ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ലയോ, ഇന്ന അവ്വല മാ യുഹാസബു ബിഹിൽ അബ്ദു യൗമൽ ഖിയാമത്തി അനിസ്സലാ. നാളെ പടച്ച റബ്ബിന്റെ ദർബാറിലേക്ക് ചെന്ന് നിൽക്കുമ്പോ കത്തിച്ചൊരിക്കുന്ന സൂര്യനെ തലയ്ക്ക് മീതെ നിർത്തിക്കൊണ്ട് കത്തിയാള് നരകത്തെ മുന്നിൽ നിർത്തി വിചാരണ ചെയ്യുമ്പോ ആദ്യമായി വിചാരണ നടക്കുക നിസ്കാരത്തെ കുറിച്ചാണെന്ന് നബിയുനാ റസൂലുള്ളാഹി. നിസ്കാരം ശരിയായിട്ടില്ല എങ്കിൽ അങ്ങോട്ടുള്ള ജീവിതം പ്രയാസമാ. നിസ്കാരം ശരിയായാൽ ആഖിറം രക്ഷയാണ്, രക്ഷയാണ്. ശ്രദ്ധിക്കുന്നുണ്ട്. ഇതിനോടൊരു താല്പര്യം എത്ര പേർക്ക് താല്പര്യമുണ്ട് ആണ് എന്റെ ചോദ്യം. ഒരു ഹൈറോസ്മിന്റെ താല്പര്യത്തോടുകൂടി നേരത്തെ വദു എടുത്ത് നിസ്കാരത്തെ കൊള്ളുന്നവനെ കുറിച്ച് നബിതങ്ങൾ പറയുന്നു അവൻ നിസ്കാരത്തിലാണെന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ. എന്താണ് വദു എടുത്ത് നേരത്തെ ബാങ്ക് വിളിച്ചിട്ടില്ല, അതിനു മുമ്പ് തന്നെ മുസല്ല വിരിച്ചിട്ട് നിസ്കാരത്തെ പ്രതീക്ഷിച്ച് കാത്തിരിക്കുക, അവൻ നിസ്കരിച്ചു കൊണ്ടിരിക്കുന്ന ഹബീബ് മുസ്തഫ. ഭയങ്കര ശ്രേഷ്ഠതയാണ്. ഇഖ്ലാസ് വെക്കുന്നവർ എത്ര പേർ? അതാണ് എന്റെ ചോദ്യം. ഇപ്പൊ സ്ത്രീകൾ തന്നെ ദുഹറിന് ബാങ്ക് വിളിക്കുന്നതിന് മുമ്പ് ഒളു എടുത്ത് വിളിക്കാത്തതിന് പിന്നെ കുറ്റം വളരെ മോദിനെ മാറ്റണം കേട്ടോ. ആള് കറക്റ്റ് ബാങ്ക് വിളിക്കുന്നില്ല, കുറ്റം പിന്നെ അതിനായി. അവസാനം പിന്നെ ബാങ്ക് വിളിച്ചപ്പോ അസറും കൂടെ നിസ്കരിച്ചിട്ട് ചിലപ്പോൾ ഒരു ഇറക്കമുണ്ട്, പിന്നെ മഗ്‌രിബിന്റെ സമയത്ത് കയറി. ഇങ്ങനെ എല്ലാ തിരക്കുകളും കഴിഞ്ഞിട്ട് നിസ്കരിക്കാനുള്ളതല്ല. അസ്വലാത്തു ലിവഖ്തിഹാ, കാരണം അതിന്റെ സമയത്ത് നിർവഹിക്കണമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് സ്വഹാബത്ത് വന്നുകൊണ്ട് ചോദിക്കുകയാണ്, അയ്യുൽ അമാലി അഫ്ളലു യാ റസൂലല്ലാഹ്. നബിയേ അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട അമൽ ഏതാണ്? മനുഷ്യൻ ശരീരം കൊണ്ട് ചെയ്യുന്ന ആരാധന കർമ്മങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായ അമൽ ഏതാണ്? ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കൊടുത്ത മറുപടി അസ്സലാത്തു ലിവഖ്തിഹാ. നിസ്കാരം എന്നല്ല നബി തങ്ങൾ പറഞ്ഞത്, നിസ്കാരം അതിന്റെ സമയത്ത് നിർവഹിക്കലാ. ളുഹറിന്റെ സമയത്ത് ളുഹർ നടക്കണം, സുബ്ഹിയുടെ സമയത്ത് സുബ്ഹി നടക്കണം. ഓരോ വഖത്തിനും അതിന് സമയമുണ്ട്, അത് ശ്രദ്ധിക്കലാണ് ഏറ്റവും അഭികാമ്യമെന്ന് നബിയോന ശഫീഉന റസൂലുള്ളാഹി. അതല്ലേ പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു പഠിപ്പിച്ചത്, ഇന്ന സ്വലാത്ത കാനത അലൽ മുഅ്മിനീന കിതാബൻ മൗഖൂതാ. നിസ്കാരം എന്ന് പറയുന്നത് കേവലം ഒരു കളി തമാശയായി കാണരുതേ. ആ നിസ്കാര സമയബന്ധിതമാ, സമയത്ത് നിർവഹിക്കണമെന്ന് വിശുദ്ധമായ ഖുർആൻ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അതുകൊണ്ടാണ് നിസ്കാരത്തെ പറയുന്ന സമയത്തൊക്കെ പറയും ഇഖാമത്ത്, അഖീമുസ്സലാ, നിസ്കാരത്തെ നിലനിർത്താന്ന് പറഞ്ഞ നിസ്കാരം സമയത്ത് നിർവഹിക്കാന്നാണ് പറഞ്ഞതിനർത്ഥം. സമയത്ത് നിർവഹിക്കുക, സമയത്തിനാണ് വില. സുബഹി നിസ്കരിക്കുന്നു 8 മണിക്ക് എഴുന്നേറ്റ്, ആർക്ക് വേണം നിന്റെ നിസ്കാരം? ആർക്ക് വേണം? മാത്രമല്ല സ്ഥിരമായി ഒരു നമസ്കാരത്തെ പിന്തിച്ചൊരാൾ നിസ്കരിച്ചാൽ അവന്റെ നിസ്കാരം അല്ലാഹു സ്വീകരിക്കില്ല. ഹബീബ് മുഹമ്മദ് മുസ്തഫ. വലിയ വിഷയം, ശരിക്കും മനസ്സിലാക്കി വെച്ചോ. സമയത്തെ തൊട്ട് സ്ഥിരം ബന്ധിക്കുക. എല്ലാ ദിവസവും ളുഹർ അസറിന്റെ മേത്തെ നിസ്കരിക്കും, എല്ലാ ദിവസവും അസർ മഗ്‌രിബിന്റെ മേത്തെ നിസ്കരിക്കും, എല്ലാ ദിവസവും സുബഹി 8 മണിക്ക് നിസ്കരിക്കും. അങ്ങനെ തന്നെ ശീലിച്ചു നിസ്കരിക്കും. എപ്പോഴാ ഉറക്കമൊക്കെ തെളിയട്ടെ ഉസ്താദേ, രാത്രി ചാറ്റിങ് കഴിയണ്ട, 2 മണിയാവും കിടക്കും, ക്ഷീണം ഇല്ലേ? പിന്നെ 7 മണിക്ക് എഴുന്നേറ്റിട്ട് പിന്നെയാണ് നിസ്കരിക്കുന്നത്. പിടിച്ചോ, നിസ്കരിച്ചോ. ആർക്ക് വേണം നിന്റെ നിസ്കാരം? സമയത്ത് നിസ്കരിക്കുന്ന നിസ്കാരത്തിനാണ് ഫലം. അല്ലാഹു നമ്മളെ സാലിഹീങ്ങൾ ചേർക്കട്ടെ. ഒരാൾ സുബഹിക്ക് നിസ്കാരം ഇല്ല എങ്കിൽ മനസ്സിലാക്കിക്കോ, റബ്ബിന്റെ അനുഗ്രഹത്തെ തൊട്ട് തടയപ്പെട്ടവനാണവൻ. മൻ സല്ല സുബ്ഹ ഫഹുവ ഫീ ദിമ്മത്തില്ലാഹി ശഫീഉനാ റസൂലുള്ളാഹി. സുബഹി ആരെങ്കിലും കറക്റ്റ് ആക്കി നിസ്കരിച്ചാൽ അല്ലാഹുവിന്റെ ഉത്തരവാദിത്വത്തിലാണവൻ. റബ്ബ് അവന്റെ കാര്യം മുഴുവൻ എടുക്കും. നിങ്ങൾ സുബഹി മുടങ്ങുന്നുണ്ടോ? എന്റെ ശബ്ദം കേൾക്കുന്ന ഉമ്മമാര് ശരിക്കും ശ്രദ്ധിച്ചോ, സഹോദരിമാര് ശ്രദ്ധിച്ചോ, ചെറുപ്പക്കാര് ശ്രദ്ധിച്ചോ. സുബഹിയുടെ സമയത്ത് നിങ്ങൾക്ക് ഭയങ്കര ഉറക്കാണ്, അങ്ങനെയാണല്ലോ ഇപ്പൊ ഉള്ളത്. എങ്കിൽ നിങ്ങൾ ശൈത്താന്റെ പിടിയിലാണ്. ഏത്? സുബഹിയുടെ സുന്നത്ത് ശരിക്കും മനസ്സിലാക്കണം. ഏത്? സുബഹിയുടെ സുന്നത്ത് ശരിക്കും മനസ്സിലാക്കണം. ഭയങ്കര ശക്തിമത്തായ സുന്നത്ത്. അത് കഴിഞ്ഞിട്ട് ബാക്കി സുന്നത്തുള്ളൂ. അതൊക്കെ നമുക്ക് മുടങ്ങിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ജീവിതത്തിൽ ഒരു മറക്കത്തുമില്ല. BA കഴിഞ്ഞു MA കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. തേരാപ്പാര നടക്കണം, ഒരു ജോലിയില്ല, കൂലിയില്ല. പിന്നെ ആർക്ക് വേണം? പടച്ചോന് പോലും വേണ്ട. പടച്ചോന് വേണമെന്നുണ്ടെങ്കിൽ സുബഹി നിസ്കരിക്കണം, എങ്കിലേ നിന്റെ ഉത്തരവാദിത്തം അല്ലാഹു ഏറ്റെടുക്കുള്ളൂ. ഫഹുവ ഫീ ദിമ്മത്തില്ലാ, അല്ലാഹുവിന്റെ ഉത്തരവാദിത്തത്തിലാണ് അവനെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി.
റബ്ബിനെ പരിഗണിക്കാത്ത നിന്നെ ആര് പരിഗണിക്കും? ഒരാളും പരിഗണിക്കൂലല്ലോ. അപ്പൊ രാവിലെ കടന്ന് ഉറങ്ങാതെ രാവിലെ അവ്വല് വക്കത്തിൽ എഴുന്നേക്കണം. അതിനെന്ത് വേണം? രാത്രി അല്പം നേരത്തെ കടക്കണം. 10 മണിയാകുമ്പോൾ കടക്കുന്ന ശീലം വരണം. മൊബൈൽ നോക്കി സിനിമയും കണ്ട് രാത്രിയിൽ കൂട്ടുകാരൻ അയച്ചു തന്ന പടമൊക്കെ കണ്ട് റാഹത്തായിട്ട് റീൽസൊക്കെ കണ്ടിട്ട് ഇങ്ങനെ എല്ലാം സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണം അമർത്തി വെച്ചിരിക്കല്ലേ. ഇതെല്ലാം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. കൃത്യസമയത്ത് ഇങ്ങനെ വരികയാണ്. ഇത് മുഴുവൻ എത്തിക്കാവ് വെച്ച് മൊത്തം കണ്ടു തീർത്തിട്ടേ കടക്കുള്ളൂ. ഒരു ദിവസമെങ്കിലും കണ്ടില്ലെങ്കിൽ അല്ലോ ഭയങ്കര പേർലിമാനിയുടെ കുഞ്ഞിപ്പം എന്തായ ഉള്ള അവസ്ഥ നാളെ നോക്കണം. ഇതാണ് അവസ്ഥ. പിന്നെ എങ്ങനെ നന്നാവും? ഇതെല്ലാം നോക്കിക്കൊണ്ടിരിക്കുകയാണ്. മറ്റുള്ളവരുടെ വിഷയത്തിൽ ആദിയാണ്. രാവിലെ എഴുന്നേറ്റിട്ട് അവരവരുടെ റൊട്ടി മുഴുവൻ മൊബൈലും പിടിച്ചിട്ട് കാണിച്ചിരിക്കുക. പാല് കൊടുക്കുന്നത്, അവ് കൊടുക്കുന്നത്, തേങ്ങ കൊടുക്കുന്നത്, പാല് കൊടുക്കുന്നത്, ഇതെല്ലാം കാണിച്ച് ഇതെല്ലാം ഇവന് കാണണം. ഇവർ തന്നെ പരിപാടി. അവരുടെ അവസ്ഥ എന്താണ്? അവരുടെ അവസ്ഥ എന്താ ചിന്താഗതി? നിന്റെ അവസ്ഥ എന്താ? നിന്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താ? ഇത് പരിതാപകരമാണ്. ഇതിങ്ങനെ പോയാൽ നിന്റെ ജീവിതം പോയി. ദുനിയാവും പോവും, ആഖിറവും പോവും. അത് ആദ്യം മനസ്സിലാക്കി. മനുഷ്യനാണ് അല്പം സ്വല്പം ഒക്കെ മൊബൈലൊക്കെ ഉപയോഗിക്കും. പക്ഷെ അശ്ലീലതയിലേക്ക് പോകാതെ ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ നോക്കി വാർത്തകളൊക്കെ കേട്ട് ദീനിയായ കാര്യങ്ങൾക്ക് വേണ്ടി ഉപകരിക്കുക. നല്ല വാല് നസീഹത്ത് കാര്യങ്ങളൊക്കെ കേൾക്ക്. ദിക്റുകൾ ഔറാദുകളും ഒക്കെ ആയി നിലകൊള്ളു. 24 മണിക്കൂറും അത് തന്നെ ഉപയോഗിച്ചാൽ നമുക്ക് വലിയ നാശമാണ്. ചിലർ വാട്സാപ്പിൽ ഇങ്ങനെ സ്റ്റാറ്റസ് ഇടും. ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്? വീട്ടിലെ അവസ്ഥ എന്താണ്? അതൊക്കെ സ്റ്റാറ്റസ് വെക്കാൻ. ഓരോ ദിവസങ്ങളും ആ ദിവസങ്ങൾ വന്നുകൊണ്ട് നമ്മളോട് വിളിച്ചു പറയും അത്രേ, ആദമിന്റെ പൊന്നുമോനെ പൊന്നുമോളെ, ഇന്നി യൗമുൻ ജദീദുൻ, ഞാനൊരു പുതിയ ദിവസമാണ്. വഇന്നി അലാ മാ യഅമലു ഫിയ ഷഹീദ്, നീ എന്നിൽ ചെയ്യുന്നതാകുന്ന ഏതെല്ലാം നന്മയുണ്ടോ തിന്മയുണ്ടോ അതിനെല്ലാം ഞാൻ സാക്ഷിയാണ്. വഇന്നി ഇദാ ഗറബതി ശംസു ലം അർജി ഇലൈക്കും ഇലാ യൗമിൽ ഖിയാമ, ദിവസമാകുന്ന ഞാൻ ഇന്നത്തെ ദിവസം അസ്തമിക്കലോടുകൂടി ഇനി ഒരിക്കലും നിന്നിലേക്ക് മടങ്ങി വരില്ല എന്ന് എല്ലാ ദിവസങ്ങളും സുബഹിക്ക് ശേഷം വന്ന് മനുഷ്യ മാനവ നിങ്ങളോട് വിളിച്ചു പറയുന്നുണ്ടെന്ന് നബിയുനാ റസൂലുള്ളാഹി. പക്ഷെ അത് കേൾക്കാനുള്ള കാത് അല്ലാഹു നമുക്ക് നൽകിയിട്ടില്ല. അത് മനസ്സിലാക്കാനുള്ള ചിന്താശേഷി അല്ലാഹു നമുക്ക് നൽകിയിട്ടില്ല. എല്ലാ ദിവസവും ദിവസങ്ങൾ വന്നുകൊണ്ട് നമ്മളോട് പറയുമത്രേ, ഇന്നി യൗമുൻ ജദീദുൻ, ആദമിന്റെ പൊന്നുമോനെ, ഇതാ ഞാൻ നിനക്കൊരു പുതിയ ദിവസമാണ്. നീ എന്നിൽ ചെയ്യുന്ന എല്ലാ നന്മകൾക്കും തിന്മകൾക്കും ഞാൻ പരലോകത്ത് സാക്ഷിയാണ്. നീ നിസ്കരിച്ചാൽ, നോമ്പ് നോറ്റാൽ, സക്കാത്ത് കൊടുത്താൽ, നീ ഹജ്ജ് ചെയ്താൽ, നീ പാപങ്ങളുടെ കണ്ണീരൊപ്പിയാൽ, നീ നിരാലംബർക്ക് അവലംബമായാൽ, നീ ഖുർആൻ ഓതിക്കൊണ്ട് നിലകൊണ്ടാൽ, നീ മാതാപിതാക്കൾ അനുസരിച്ചാൽ, നീ ഗുരുനാഥന്മാരെ ബഹുമാനിച്ചാൽ, നീ മുതിർന്നവരെ ആദരിച്ചാൽ, നീ ദീനനുസരിച്ചുകൊണ്ട് ചിട്ടയായ ജീവിതം നയിച്ചാൽ, നീ ഭർത്താവിന് വേണ്ടി നല്ല രീതിയിൽ ഖിദ്മത്ത് എടുത്താൽ, നീ ഭാര്യയെ നോവിക്കാതെ മാന്യമായ ജീവിതം നയിച്ചാൽ, നീ മക്കൾക്ക് വേണ്ടി മാന്യമായ ജീവിതം നയിച്ചാൽ, നീ പരിശുദ്ധമാക്കപ്പെട്ട ദീനിൻ്റെതാകുന്ന ചൈതന്യങ്ങളെ മുറുകെ പിടിച്ചുകൊണ്ട് നീ നിലകൊണ്ടാൽ, മൂല്യച്യുതിയിലേക്ക് പോകാതെ ഇസ്ലാമിന്റെ മൂല്യങ്ങളെ പരിപൂർണമായി മുറുകെ പിടിച്ചാൽ, ആദർശത്തിൽ വ്യതിയാനം വരുത്താതെ ഈ ദുനിയാവിൽ നീ കഴിഞ്ഞുകൂടിയാൽ, വഇന്നി അലാ മാ യഅമലു ഫിയ ഷഹീദ്, നീ എന്നിൽ ചെയ്യുന്ന എല്ലാ നന്മകൾക്കും ഞാൻ സാക്ഷിയാണ്. ദിവസങ്ങൾ പറയുകയാണ്, നീ എന്ത് തിന്മ ചെയ്താലും ഞാൻ സാക്ഷിയാണ്. കള്ളു കുടിക്കുന്നവരില്ലേ, വ്യഭിചരിക്കുന്നവരില്ലേ, സിനിമ കാണുന്നവരില്ലേ, സീലര ദർശിക്കുന്നവരില്ലേ, മോശപ്പെട്ട ബ്ലൂ ഫിലിമുകൾ കണ്ടുകൊണ്ട് രാത്രിയുടെ യാമങ്ങളെ കണ്ണമഞ്ഞളിപ്പിക്കുന്നവരില്ലേ, അന്യ പെണ്ണുമായി ചാറ്റിംഗ് നടത്തുന്ന ചെറുപ്പക്കാരില്ലേ, അന്യ പുരുഷന്മാരുമായി ചാറ്റിംഗ് ചെയ്തുകൊണ്ട് സ്വന്തം ശരീരത്തെ ചീറ്റിങ്ങിലേക്ക് കൊണ്ടുപോകുന്ന മുസ്ലിം അംഗമാരില്ലയോ, ഭർത്താവിനെ മറന്നുകൊണ്ട് മറ്റുള്ളതാകുന്ന പരപുരുഷന്മാരുമായി ബന്ധം പുലർത്താൻ 4-5 പ്രസവിച്ചതാകുന്ന സഹോദരിമാര് തയ്യാറാകുന്ന കാലഘട്ടമല്ലേ. സ്വന്തം ഭാര്യയുടെ സൗന്ദര്യം ചുക്കിച്ചുളിയുമ്പോ ആ ഭാര്യയെ മറന്നുകൊണ്ട് മറ്റുള്ള പരസ്ത്രീകളുമായി ബന്ധം പുലർത്താൻ ഒരു മടിയുമില്ലാത്തതാകുന്ന പുരുഷന്മാരില്ലയോ, ലഹരി നുണഞ്ഞുകൊണ്ട് നിലകൊള്ളുന്ന ചെറുപ്പക്കാരില്ലേ, സ്വന്തം മാതാപിതാ
മാതാപിതാക്കളെ തൃണവൽഗണിക്കുന്നവരില്ലേ, അവരെ വൃദ്ധസദനത്തിലേക്ക് തള്ളിയിടുന്നവരില്ലേ, അവർ പറഞ്ഞാൽ അനുസരിക്കാത്ത മക്കളില്ലേ, നിസ്കരിക്കാൻ വേണ്ടി വാപ്പയും ഉമ്മയും പറയുമ്പോ അവരോട് ദേഷ്യം പിടിക്കുന്നവരില്ലേ, എല്ലാ സമയങ്ങളിലും മൊബൈൽ വെച്ചുകൊണ്ട് അടച്ചിട്ട റൂമിനകത്തിരുന്നുകൊണ്ട് രാത്രിയുടെ യാമങ്ങളിൽ ഗെയിമിങ്ങിലായി രാത്രിയെ തള്ളി നീക്കുന്ന ചെറുപ്പക്കാരില്ലേ, കാമുകരമായി ഭാഷണം നടത്തിക്കൊണ്ട് അവന്റെ സ്വരരാഗങ്ങളിൽ മുഴുകിക്കഴിയുന്നതാകുന്ന യുവതികളില്ലേ, കൂടെ പഠിക്കുന്ന കൂട്ടുകാരിയെ തന്നെ എനിക്ക് വിവാഹം ചെയ്താൽ മതി എന്ന് പരസ്യമായി പറയുന്നതായ ലസ്ബിയന്റെ യുഗത്തിലേക്ക് എത്തിയതാകുന്ന സഹോദരിമാരില്ലേ, പെൺകുട്ടികളില്ലേ, എനിക്ക് എന്റെ കൂട്ടുകാരന്റെ ചൂടറിഞ്ഞാൽ മതി, ഞാൻ ഗേ ആയിട്ട് ജീവിക്കാൻ പോവുകയാണ്, എന്റെ കൂട്ടുകാരനുമായി വിവാഹം കഴിക്കാൻ ഞാൻ തയ്യാറാണെന്ന് പരസ്യമായി പറയുന്നതാകുന്ന ആൺകുട്ടികൾ പോലും ഈ സമൂഹത്തിന്റെ ദുരവസ്ഥയ്ക്ക് കാരണമായി തീർന്നില്ലയോ? ബഹുമാനപ്പെട്ടതാകുന്ന മുത്തുനബി പറയുകയാണ്, ദിവസങ്ങൾ വിളിച്ചു പറയുമത്രേ, ആദമിന്റെ പൊന്നുമോനെ പൊന്നുമോളെ, നീ ചെയ്യുന്ന എല്ലാ നീചവൃത്യങ്ങൾക്കും നന്മകൾക്കും ഞാൻ സാക്ഷിയാണ്, സാക്ഷിയാ. ദിവസമാകുന്ന ഞാൻ ആഖിറത്തിൽ നിങ്ങൾക്ക് എതിരായി തന്നെ സാക്ഷി പറയുമേ. നിങ്ങൾ തിന്മ ചെയ്ത് നിലകൊണ്ടാലെങ്കിൽ അന്ന് ദിവസങ്ങൾ നമ്മളോട് പറയുന്നുണ്ടെന്ന് നബിയുനാ റസൂലുള്ളാഹി. അല്ലാഹുവിന്റെ പള്ളിയുടെ അകത്തറത്തിൽ ഖുർആൻ ഓതാനും നിസ്കരിക്കാനും ദിക്ർ ചൊല്ലാനും ശബ്ദമുയർത്തിക്കൊണ്ട് ദിക്റിലായി കഴിഞ്ഞോടാനും അല്ലാഹു അനുവാദം നൽകിയിട്ടുള്ള വിഭാഗമാണ് റിജാലുൻ, പുരുഷന്മാരെന്ന് വിശുദ്ധമായ ഖുർആൻ. പള്ളി വരണം, നിസ്കരിക്കണം. അല്ലാഹു തൗഫീഖ് തരട്ടെ. സഹാബത്ത് പറയുന്നുണ്ട്, പള്ളിയിൽ ജമാഅത്തിനെ തൊട്ട് പിന്തുന്നതായ ആളുകളെ ഇല്ലാവ മഅലൂമുൻ നിഫാഖ്, ഞങ്ങൾക്കിടയിൽ ഏറ്റവും വലിയ കാപട്യമുള്ളവനായിട്ടാണ് ഞങ്ങൾ അവനെ എണ്ണുക. അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ. കരിക്കാൻ വരാതെ ജമാഅത്തിനെ തൊട്ട് പിന്ത ചില ആളുകളുണ്ടല്ലോ, ഇമാമു സലാം വീട്ടിൽ കഴിയുമ്പോൾ കൊണ്ട് പുറകെ അല്ലാഹു അക്ബർ. ചില ആള് എപ്പോഴും അതന്നെ പരിപാടി, ഒരു വട്ടമല്ല, സ്ഥിരം തന്നെ. എടാ ബാങ്ക് പിന്നെ എന്തിനാ വെച്ചിരിക്കുന്നത്? ഈ ബാങ്ക് മൈക്ക് കെട്ടിട്ട് നാട്ടുകാർ മുഴുവൻ കേൾപ്പിക്കുകയാണ്. നീ എവിടെ ഇത്ര നാൾ? നാട്ടിൽ തന്നെ ഉണ്ട് സാധേ, സാഹത്തായിട്ട് വർത്താനൊക്കെ പറഞ്ഞ് പെണ്ണുങ്ങളൊക്കെ ആയിട്ട് ജോളിയായിട്ട് ഇരിക്കുകയായിരുന്നു. അപ്പോഴാ ബാങ്ക് കേട്ടു. പിന്നെ ഓടി വന്ന് ഇവിടെ വന്ന് കയറുമ്പോഴത്തേക്കും ഇക്കാമത്ത് കൊടുത്തു. ചിലവൻ ഇക്കാമത്ത് കൊടുത്താലും സമയത്തെന്നില്ല, 15 മിനിറ്റ് കൊടുത്തിട്ട് ഈ കളി. സുബൈക്ക് അരമണിക്കൂർ കൊടുക്കുന്നുണ്ട്. കാരണം അവന് ഉറക്കമാണെന്നുണ്ടെങ്കിൽ കണ്ണൊക്കെ തിരുമ്മി റാഹത്തായിട്ട് പോയി ഒതുവൊക്കെ എടുത്ത് വരണ്ടേ, കൈയും കാലും മോന്തയൊക്കെ കഴി വരണ്ടേ, അതിന് അരമണിക്കൂർ കൊടുത്തു. ബാക്കിയുള്ള എല്ലാ വക്കത്തിനും 15 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് ഇക്കാമത്ത് എല്ലാ പള്ളികളിലും. അങ്ങനെ ഇപ്പൊ ചെയ്യരുത്. എന്നിട്ട് എത്ര പേരുണ്ട് കൃത്യമായി ജമാഅത്തിൽ? ഇനി അതൊന്നും വേണ്ട, നേരത്തെ 15 മിനിറ്റ് മുമ്പ് വാ, എന്നിട്ട് പള്ളിക്കകത്ത് ഇഅ്തികാഫിരിക്ക്, തഹിയ്യത്തിന്റെ 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്ക്, കൂലി കിട്ടൂലേ? വുളൂവിന്റെ 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്ക്, കൂലി കിട്ടൂലേ? ഇഅ്തികാഫിന് നിയ്യത്ത് വെക്ക്, നവൈതുൽ ഇഅ്തികാഫ ഫി ഹാദൽ മസ്ജിദി ലില്ലാഹി തആല, കൂലി കിട്ടൂലേ? നിസ്കാരത്തിൽ ഇരിക്കുന്ന പ്രതീക്ഷിക്കുന്നവനെ നിസ്കാരത്തിൽ തന്നെ ഇരിക്കുന്നതിന്റെ പ്രതിഫലം എന്ന ഹബീബ് മുഹമ്മദ് മുസ്തഫ. ഈ കൂലിയൊന്നും വാങ്ങണ്ടേ? ഇതിന് ആർക്ക് വേണ്ടിയുള്ളതാ? നമ്മളിങ്ങനെ ഇക്കാമത്ത് കൊടുത്ത് അവസാനത്തെ തഹിയ്യാത്താകുമ്പോൾ ഓടി വന്നിട്ട് എങ്ങനെയെങ്കിലും തലകുത്തി മറിഞ്ഞിട്ട് ഒരൊറ്റ ഓട്ട, ഒരു റവാത്തിബ് സുന്നത്തും ഇല്ല, ഔറാദും ഇല്ല, ദിക്റില്ല, സുബ്ഹാനല്ലാഹ് ഇല്ല, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ ഇല്ല. ഇതൊക്കെ ചെല്ലിയ കാലം മറന്നു. എത്ര പേര് ഇതൊക്കെ ചെല്ലുന്നുണ്ട്? ഇമാമ് സുബ്ഹാനല്ലാഹ് എന്ന് പറയുമ്പോൾ നമ്മുടെ പരിപാടി എന്താ? നമ്മൾ മൊബൈലിൽ ഏതെങ്കിലും മെസ്സേജ് വന്നാൽ നോക്കുക, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ ഇല്ല, ഒരു ദിക്റില്ല. പിന്നെ എങ്ങനെ നമ്മൾ നന്നാകും സഹോദരങ്ങളെ? നമ്മൾ പറയും എന്റെ വാപ്പ നല്ല സൂഫിയാണ്, എന്റെ വല്യപ്പയോ അതിനേക്കാൾ വലിയ സൂഫിയാണ്, എന്റെ ഉമ്മ നല്ല പെണ്ണ, എന്റെ ഉമ്മമ്മയോ അതിനേക്കാൾ നല്ല പെണ്ണ. പിന്നെ ആരാ പിഴച്ചത്? നീയും നിന്റെ കുടുംബവും. അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ. മോശക്കാരി നിങ്ങളാണ്. ഈ ജനറേഷൻ നന്നായ അടുത്ത ജനറേഷൻ നന്നാവും. എന്നുള്ള സൂക്തം 1-ാമത്തെ റക്അത്തിന് ഓതുകയും അതിനോട് ഖുൽ യാ അയ്യുഹൽ കാഫിറൂന തുടർത്തുകയും 2-ാമത്തെ റക്അത്തിൽ അലം എന്ന് തുടങ്ങുന്ന സൂറത്തുൽ ഫീൽ ഓതുകയും അതിനോട് സൂറത്തുൽ ഇഖ്ലാസ് ഖുൽ ഹുവല്ലാഹു അഹദ് ഓതി നിസ്കരിച്ചു. ലം യജിദുഹു ഫീ ദാലികൽ യൗമി അലമുൻ, അന്നത്തെ ദിവസം ഒരു ടെൻഷനോ വേദനയോ വിഷമമോ ഒരു പ്രയാസമോ ഉണ്ടാവില്ല എന്ന് നബിയുനാ റസൂലുള്ളാഹി. അല്ലാഹു തൗഫീഖ് തരട്ടെ. ഒക്കെ ഹദീസാണ്, നബി തങ്ങൾ പഠിപ്പിച്ചതാണ്.
ഇതൊക്കെ സ്വഹാബത്ത് തജ്രിബ ചെയ്തതാണ്, പരിശീലിച്ചതാണ്, മുജറബായ കാര്യമാണ് ഈ പറയുന്നത്. മുടങ്ങാതെ ചെയ്താല് വലിയ വലിയ രോഗങ്ങൾ എന്ന് വരെ ശമനം കിട്ടും. അള്ളാഹു തൗഫീഖ് തരട്ടെ. ഞാൻ വിശദീകരിക്കുന്നില്ല. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട ഉമ്മമാര്, സഹോദരങ്ങൾ, സഹോദരിമാർ, എന്നെ കേൾക്കുന്നവർ വാത് വന്നിട്ട് തിരിച്ചു പോകുമ്പോൾ നമ്മുടെ ജീവിതത്തിലെ അമലിന് വേണം. ഇതിനാണ് ഇപ്പൊ ഈ പറയുന്നത്. സുബഹിയുടെ സുന്നത്ത്, സുബഹി നിസ്കാരം തന്നെ അള്ളാഹു നമ്മുടെ ഉത്തരവാദിത്വം ഏറ്റെടുക്കും. ബാങ്ക് വിളിച്ച ഉടനെ സുബഹിയുടെ 2 റക്അത്ത് സുന്നത്ത്, ഉസല്ലി സുന്നത്ത് സുബഹിൽ ഖബലിയത്തി റക്അത്തിൻ ലില്ലാഹി തആല, 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കുക. ഫാത്തിഹ, അലം നശ്റഹ്, ഖുൽ യാ അയ്യുൽ കാഫിറൂൻ, ഫാത്തിഹ, അലം തറ കൈഫ, ഖുൽ ഹുവല്ലാഹ് ഓതി നിസ്കരിച്ചിട്ട് ദുആ ചെയ്യ്. ശേഷം ഇഖാമത്ത് കൊടുത്തിട്ട് എന്ത് നിസ്കരിക്കുക? ഫർള് നിസ്കരിക്കുക, സുബഹി നിസ്കരിക്കുക. മാഷാ അല്ലാഹ്. അങ്ങനെ നിസ്കരിച്ചാൽ ഒരു പ്രയാസം ഉണ്ടാവില്ല, ഒരു പ്രശ്നമോ ഉണ്ടാവില്ല. ബാങ്ക് വിളിക്കുമ്പോൾ തന്നെ ഒരു വക്കത്തിൽ അങ്ങ് നിസ്കരിച്ചു പോയിക്കോട്ടെ. ഏത് കല്യാണം ആയിക്കോട്ടെ, എന്തോ ആയിക്കോട്ടെ, നിസ്കാരം കഴിഞ്ഞിട്ടേ ബാക്കിയുള്ളൂ. അതിങ്ങനെ നിയ്യത്ത് വെക്കണം. അതുകൊണ്ട് തന്നെ നബി തങ്ങൾ പറഞ്ഞത്, മൻ സ്വല്ലാ ലില്ലാഹി 40 യൗമൻ ഫീ ജമാഅത്തിൻ യുദ്രികു തക്ബീറത്തുൽ ഊലാ കുതിബ ലഹു ബറാഅതാനി, ബറാഅത്തും മിനൻ നാരി വ ബറാഅത്തും മിനൻ നിഫാഖി ശഫീഉനാ റസൂലുള്ളാഹി. ഒരാൾ 40 ദിവസം കൃത്യമായി ജമാഅത്ത് ശ്രദ്ധിച്ചു. സ്ത്രീകളും അവ്വൽ വഖത്തിൽ തന്നെ ബാങ്ക് വിളിച്ച ഉടനെ നിസ്കരിച്ചു. എത്ര ദിവസം? 40 ദിവസം. പുരുഷന്മാര് ബാങ്ക് വിളിക്കുമ്പോൾ തന്നെ കറക്റ്റ് ആയിട്ടുണ്ട് ജമാഅത്തിൽ. ഇമാമിന്റെ ആദ്യത്തെ തക്ബീർ കിട്ടുമ്പോൾ യുദ്രികു തക്ബീറത്തുൽ ഊല, ഇമാമിന്റെ 1ാമത്തെ തക്ബീർ, അതാണ് തക്ബീറത്തുൽ ഇഹ്റാം, അല്ലാഹു അക്ബർ എന്ന ആദ്യത്തെ തക്ബീറിനോടൊപ്പം ഇയാൾ അപ്പോൾ ഉണ്ട് സഫിൽ, കറക്റ്റ് അതിനോട് ചേർന്ന് അയാളും കൈകെട്ടും. അങ്ങനെ 40 ഒരു സ്വലാത്ത്. بل ثاني الأمثال لا إله إلا الله. അല്ലാഹു അബ്ദുൽ ജബ്ബാർ എന്ന സഹോദരന്റെ ജീവിതത്തിൽ ബറക്കത്ത് ചൊരിയണേ അല്ലാഹ്. ഹലാലായ റഷീദ് എന്ന സഹോദരന്റെ ജീവിതത്തിൽ ബറക്കത്ത് ചൊരിയണേ അല്ലാഹ്. ഹലാലായ സാമ്പത്തികം നീ നസീബാക്കണേ അല്ലാഹ്. റിസ്ഖ് വിശാലമാക്കണേ അല്ലാഹ്. അപകടങ്ങളെ തൊട്ട് ദുരിതങ്ങളെ തൊട്ട് കാവൽ നൽകണേ അല്ലാഹ്. ദുനിയാവിലും ഉൾപ്പെടുത്തണേ അല്ലാഹ്. കണ്ണീർ വെക്കുന്നവരുടെ കണ്ണീരിനെ തൊട്ട് കാക്കണേ റബ്ബേ. അസൂയാലുക്കളുടെ അസൂയ തൊട്ട് കാക്കണേ അല്ലാഹ്. മാരകമാകുന്ന രോഗങ്ങളെ തൊട്ട് അദ്ദേഹത്തെയും കുടുംബത്തെയും നീ കാവലിലാക്കണേ അല്ലാഹ്. അറുത്തുമുറിക്കുന്ന രോഗങ്ങളെ തൊട്ട്, ജനങ്ങൾ കണ്ടാൽ വെറുക്കുന്നതാകുന്ന മാരകമാകുന്ന രോഗങ്ങളെ തൊട്ട് പരിപൂർണമായ സംരക്ഷണം കൊടുത്ത് അനുഗ്രഹിക്കണേ അല്ലാഹ്. അടുത്ത് നല്ല നിയ്യത്ത് വെച്ച് സത്യം ഞാൻ കൊടുക്കാമെന്ന് പറയുന്നത്. മാഷാ അല്ലാഹ്. പേര് പറഞ്ഞോളെ. ഇസ്മായിൽ. മാഷാ അല്ലാഹ്. വദുകുറു ഫിൽ കിതാബി ഇസ്മായിൽ. ഇസ്മായിലിനെ കുറിച്ച് നബിയെ തങ്ങൾ ഈ സമുദായത്തോട് പറഞ്ഞു കൊടുക്കണേ എന്ന് വിശുദ്ധമായ ഖുർആൻ. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് അല്ലാഹു നൽകിയ ആദ്യത്തെ കൺമണിയാണ് സയ്യിദുനാ ഇസ്മായിൽ. അല്ലാഹു അത്തരത്തിലുള്ള സമുന്നതമായ ജീവിതം നയിക്കാൻ അദ്ദേഹത്തിന് നീ തൗഫീഖ് നൽകണേ റബ്ബേ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വല്ലിപ്പയാണല്ലോ, അവരോടൊപ്പം സ്വർഗ്ഗത്തിലേക്ക് ചേരാൻ അദ്ദേഹത്തിനും ഞങ്ങൾക്കും നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. സുഹൃതങ്ങളെ സ്വീകരിക്കണേ റബ്ബേ. പോരായ്മകളെ പരിഹരിക്കണേ നാഥാ. ആഫിയത്ത് കൊടുക്കണേ അല്ലാഹ്. വിഷമങ്ങൾ പ്രയാസങ്ങൾ നീക്കം ചെയ്യണേ അല്ലാഹ്. മനസ്സിലുള്ള സർവ്വ മുറാദുകൾ ഹാസിലാക്കണേ അല്ലാഹ്. ആരാ ഇൻഷാ അല്ലാഹ് അടുത്തത്? അല്ലാഹു അനുഗ്രഹിക്കട്ടെ. മാഷാ അല്ലാഹ്. പേര് ബദറുദ്ദീൻ. മാഷാ അല്ലാഹ്. അല്ലാഹു സ്വീകരിക്കട്ടെ. അൽ ബദറു ശുഖ ബി അംരിഹി വശം. വയനാട് നിങ്ങൾ കണ്ടില്ലേ? നിങ്ങൾ ടിവിയിലൂടെയും വാർത്തയിലൂടെയും കണ്ടൊന്നുമല്ല, നേരിട്ട് കണ്ട വ്യക്തിയാണ് ഞാൻ. 100 കുടുംബങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരൊറ്റ രാത്രി പരീക്ഷിക്കാൻ. വലിയ പാറകൾ, ഇവിടെ ഇപ്പൊ അങ്ങനത്തെ പാറ തന്നെ കാണുന്നില്ല. വലിയ പാറകളാണ് പൊടിഞ്ഞു പൊടിഞ്ഞു വന്നിട്ട് ഇങ്ങനെ വന്ന് കിടക്കുന്നത് അവിടെ. ഒരാൾ ഞങ്ങളങ്ങനെ കാണിക്കാൻ വേണ്ടി ചൂരൽമലയിലുള്ള ഒരു സഹോദരൻ മുണ്ടക്കൈ എന്ന് പറയുന്ന പ്രദേശത്ത് കൊണ്ടുപോയി. ഒരു ഗ്രാമം ഒന്നായിട്ട്, ഒരു ഗ്രാമം മുഴുവനും ഒറ്റ രാത്രി കൊണ്ട് അല്ലാഹു ഇല്ലാതാക്കാൻ. അപ്പൊ ഈ ചൂരൽമല എന്ന് പറയുന്ന താഴത്തെ പ്രദേശത്ത് നിന്ന് മുകളിലോട്ട് കൊണ്ടുപോവാ. 2 കിലോമീറ്റർ അങ്ങനെ കടന്ന് അങ്ങ് എത്തുക. അപ്പൊ അയാൾ കാണിച്ചൊരു അവസ്ഥ, ഇവിടെ എന്റെ പെങ്ങടെ വീടുണ്ടായിരുന്നു. ആ പെങ്ങടെ വീടിന്റെ മുകളിലത്തെ ടെറസിൻ്റെതാകുന്ന ഒരു ചെറിയ ഒരു ഭിത്തിയുടെ ഒരു കളർ, ആ കളർ മാത്രമേ അവിടെ ശേഷിക്കുന്നുള്ളൂ. ഒരല്പം
അതിന്റെ മോളിൽ വലിയൊരു പാറക്കല്ല, വലിയൊരു പാറക്കല്ല്. അതായത് അടയാളം വെച്ചിരിക്കുക എന്ന് പറഞ്ഞാൽ ആ പാറക്കല്ലിലുകൊണ്ട് തിരിച്ചറിയാൻ പറ്റും എപ്പോഴും. അത്രയും വലിയ പാറക്കല്ല അതിന്റെ ചുറ്റുവട്ടത്തില്ല, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിയിട്ടുള്ളൂ. ആ വീട് ഒന്നായിട്ട് അടിയിലോട്ടങ്ങ് പോയേക്കാണ്. ആലോചിച്ചോ ഈ ഉരുളുപൊട്ടൽ, എല്ലാവരും മരിച്ചു. ആരാ ഉള്ള ബാക്കി? പെങ്ങളെ കിട്ടിയത് അദ്ദേഹം പറയാണ് 10 കിലോമീറ്റർ അപ്പുറത്തൊരു ഭാഗത്ത് നിന്നാണ് കിട്ടിയത്. പെങ്ങളുടെ മകനെ കിട്ടിയത് അതേപോലെ. ചിലരുടെയൊക്കെ കൈ വേറെ, കാല് വേറെ, തല വേറെ, ഉടല് വേറെ, പല രീതിക്കായിട്ടാണ്. അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ. നമുക്കൊന്നും അറിയുന്നില്ല. നമ്മൾ സുഖമായിട്ട് കിടന്നുറങ്ങുന്നു, നേരം വെളുക്കുന്നു. പത്രം ആദ്യം കണ്ടപ്പോൾ 2 ദിവസം എല്ലാവരും ഓർത്തു. ഇപ്പൊ ആരെങ്കിലും വയനാട്ടിൽ നിന്ന് ഓർക്കുന്നുണ്ടോ? അവർക്ക് വേണ്ട രീതിക്കുള്ള ഫണ്ട് എത്തിയോ? ആലോചിച്ചു നോക്കി. എത്ര വലിയ ബുദ്ധിമുട്ടും പ്രയാസമാണ് അവർ അനുഭവിക്കുന്നത്. അല്ലാഹു സലാമത്ത് കൊടുത്ത് അനുഗ്രഹിക്കട്ടെ. അതുകൊണ്ട് റബ്ബ് നമുക്ക് നൽകിയിരിക്കുന്ന അനുഗ്രഹങ്ങൾക്ക് നന്ദി പ്രകാശിപ്പിക്കും. ആ നന്ദി പ്രകാശനത്തിന് കിട്ടിയ അവസരമാണ് ഇത്തരത്തിൽ ദീനിനു വേണ്ടി കൊടുക്കുന്ന സഹോദരങ്ങളെ. മടിവെക്കേണ്ട. അല്ലാഹു തൗഫീഖ് തരട്ടെ. അല്ലാഹു തൗഫീഖ് തരട്ടെ. ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് പറഞ്ഞോളൂ. അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. ഒരു 3000 വെച്ച് കഴിയുന്നവരുടെ പറഞ്ഞോളൂ. 3000 ഇൻഷാ അല്ലാഹ്. ആരൊക്കെ ഉള്ളത്? അല്ലാഹു അനുഗ്രഹിക്കട്ടെ. സാധാ എന്റെ കയ്യിൽ ഒരു 3000 രൂപ കൊടുക്കാണ്ട് നല്ല നിയ്യത്തിൽ വെച്ചിട്ട് ഇൻഷാ അല്ലാഹ് പറയുന്ന സഹോദരിമാരാരോ ഉള്ളത് ഉണ്ടോ? അവിടെ ഉണ്ടോ? സ്ത്രീകളെ ഭാഗത്തുണ്ടോ? 3000 രൂപ. ആരാണ്? പേര് പറഞ്ഞോളൂ. സലീന. മാഷാ അല്ലാഹ്. അല്ലാഹു സ്വീകരിക്കട്ടെ. അല്ലാഹുവേ സ്വീകരിക്കണേ റബ്ബേ, കബൂലാക്കണേ അല്ലാഹ്. നിയ്യത്തുകൾ സാധൂകരിക്കണേ അല്ലാഹ്. ആഖിറത്തിലേക്ക് ഉപകരിക്കുന്ന സ്വതക്കയാക്കണേ അല്ലാഹ്. വിഷമങ്ങൾ പ്രയാസങ്ങൾ മാറ്റണേ അല്ലാഹ്. എല്ലാ ദുഃഖങ്ങളും നീ മാറ്റിക്കൊടുക്കണേ അല്ലാഹ്. ഏതെല്ലാം മുറാദുകൾ മനസ്സിലുണ്ടോ സർവ്വ മുറാദുകൾ ഹാസിലാക്കി കൊടുക്കണേ അല്ലാഹ്. മാരകമാകുന്ന രോഗങ്ങളെ തൊട്ട് നീ കാക്കണേ അല്ലാഹ്. ഓരോ കുടുംബങ്ങളിൽ ഞങ്ങൾ ഇന്ന് കേട്ട് കഴിവില്ലാത്ത രോഗങ്ങളാണ് അറിയുന്നത്. മാരകമാകുന്ന ക്യാൻസർ ബാധിതരുടെ എണ്ണം കൂടി വരുകയാണ്. മുറിച്ച് മാറ്റപ്പെട്ടതാകുന്ന നിലയിൽ എത്രയോ സഹോദരിമാരാണ് കഴിയേണ്ടി വരുന്നത്. അല്ലാഹു എത്തരത്തിലുള്ള രോഗങ്ങൾ നൽകി നീ പരീക്ഷിക്കല്ല അല്ലാഹ്. അറുത്തുമുറിക്കുന്ന രോഗങ്ങൾ നൽകി നീ പരീക്ഷിക്കല്ല അല്ലാഹ്. ഈ സദഖ പരിപൂർണ അർത്ഥത്തിൽ നീ സ്വീകരിക്കണേ അല്ലാഹ്. സർവോപരി ജീവിതാന്ത്യം നീ ബറക്കത്ത് ചൊരിയണേ അല്ലാഹ്. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. ആരാ ഇൻഷാ അല്ലാഹ് അടുത്തത്? പുരുഷന്മാരുടെ ഭാഗത്ത് നല്ല നിയ്യത്തിൽ. മാഷാ അല്ലാഹ്. പേര് വന്നോളൂ. താജുദ്ദീൻ. മാഷാ അല്ലാഹ്. അല്ലാഹു സ്വീകരിക്കട്ടെ. ഇനിയുമുണ്ട് നല്ല നിയ്യത്തിൽ പറയാൻ സാധിക്കുന്നവർ. അല്ലാഹു അനുഗ്രഹിക്കണേ നാഥാ. താജുദ്ദീൻ എന്ന സഹോദരന്റെ ജീവിതത്തിൽ ബറക്കത്ത് ചൊരിയണേ അല്ലാഹ്. ജൂദു മൻ ജാദൽ വജൂദ വജൂദുഹു ജാദൽ ജവാ ജംഅൻ വഫർഖൻ ബഅദ ജംഇ ലിരിജാലി ജാൽ ലാ ഇലാഹ ഇല്ലല്ലാഹു. അല്ലാഹുവേ, താജുദ്ദീൻ എന്ന സഹോദരടക്കം ഈ സദസ്സിൽ സംഭാവന പറഞ്ഞിട്ടുള്ളവർ, ബക്കറ്റിലേക്ക് പൈസ നിക്ഷേപിച്ചിട്ടുള്ളതാകുന്ന മുഅ്മിനീകൾ മുഅ്മിനാത്തുകൾ എല്ലാവരെയും നീ കബൂലാക്കണേ അല്ലാഹ്. നിയ്യത്തുകൾ സാധൂകരിക്കണേ അല്ലാഹ്. ആഖിറത്തിലേക്ക് ഉപകരിക്കുന്ന സദഖയാക്കണേ റബ്ബേ. നാളെ മഹ്ശറിൽ സർവരും വിറങ്ങലിച്ച് നിൽക്കുമ്പോ ഈ സദഖ ചെയ്ത നിന്റെ നേട്ടത്താൽ സ്വർഗത്തിലേക്ക് ചേർക്കുന്നവരായി നീ കബൂലാക്കണേ അല്ലാഹ്. നരകത്തെ കാണിക്കരുത് റബ്ബേ. 3000 വർഷം നിരന്തരമായി കത്തിക്കപ്പെട്ട നരകം, ആ നരകത്തെ തൊട്ട് പരിപൂർണമായ കാവൽ കിട്ടുന്ന വിഭാഗത്തിൽ നീ ഉൾപ്പെടുത്തണേ അല്ലാഹ്. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. ആരാണ് നമ്മുടെ പ്രസിഡന്റ്? മാഷാ അല്ലാഹ്. അബ്ദുൽ സമദ്. മാഷാ അല്ലാഹ്. 10000 രൂപ. ഉമ്മായും വാപ്പായും ഭാര്യയൊക്കെ മരണപ്പെട്ടു പോയതാണ്. അല്ലാഹു ദറജ ഉയർത്തുമാറാവട്ടെ. അല്ലാഹു ദറജ ഉയർത്തട്ടെ. ഗർഭം ചുമന്നത് 10 മാസം തള്ളയാ, പ്രസവിച്ച വേദന തിന്നതും അവൾ തന്നെയാ, പാലും കൊടുത്ത് വളർത്തലും അവളാണ്. ഇവ 3 കാര്യം ബാപ്പയിൽ ഒഴിവാണ്.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഞാൻ ഏറ്റവും കൂടുതൽ കടമ ആരോടാണ് പൂർത്തീകരിക്കേണ്ടത് എന്നൊരു സഹാബി ചോദിച്ചപ്പോൾ നബി തങ്ങൾ കൊടുത്ത മറുപടി 3 വട്ടം പറഞ്ഞത് ഉമ്മയോട് ഉമ്മയോട് ഉമ്മയോടെന്ന് നബിയുനാ റസൂലുള്ളാഹി. 4മതായി പറയുന്നത് വാപ്പയോടെന്നാണ്. എന്തിനാണ് 3 വട്ടം ഉമ്മയെ ചൂണ്ടിപ്പറഞ്ഞത്? ഉമ്മമാർക്ക് വലിയ സ്ഥാനമാണ് ഇസ്ലാമിൽ നൽകിയിട്ടുള്ളത്. തലവാ ഉസ്താദ് മവാഹിബുൽ ജലിയയിലൂടെ 3 വട്ടം ഉമ്മയെ ചൂണ്ടിപ്പറയാനുള്ള കാരണം വിശദീകരിക്കുകയാണ്. 1, ഗർഭം ചുമന്നത് 10 മാസം തള്ളയാ, പ്രസവിച്ച വേദന തിന്നതും അവൾ തന്നെയാ, പാലം കൊടുത്ത് വളർത്തലും അവളാണ്. ഇവ 3 കാര്യം പാപ്പയിൽ ഒഴിവാണ്. ആരൂരിലുള്ള പ്രിയപ്പെട്ട മുസ്ലിമീങ്ങളുടെ ഹൃദയാന്തരങ്ങളിലേക്ക് മരണപ്പെട്ടുപോയ ഉമ്മയുടെ മുഖം ഓർമ്മ വരുന്നുണ്ടോ? എത്ര സുന്ദരമായ മുഖകമലമായിരുന്നു, എത്ര ദൈവീക ചിന്തയിൽ ജീവിച്ചവരായിരുന്നു. ഖുർആൻ ഓതിയ ഉമ്മയുടെ മുഖം, നിനക്ക് ഭക്ഷണം വിളമ്പിത്തന്ന ഉമ്മയുടെ മുഖം, നീ ഏത് പാതിരാത്രി സമയത്ത് വീട്ടിലേക്ക് വന്നണഞ്ഞാലും നിനക്ക് വേണ്ടി വാതിൽ തുറന്ന് ഭക്ഷണം കഴിച്ചോ പൊന്നുമോനെ എന്ന് ചോദിക്കുന്ന പ്രിയപ്പെട്ട ഉമ്മയുടെ മുഖം, നിനക്ക് ഇഷ്ടപ്പെട്ട വിഭവങ്ങൾ നൽകി നിന്നെ താരാട്ട് പാടി ഉറക്കിയതാകുന്ന പ്രിയപ്പെട്ട ഉമ്മയുടെ മുഖം, ആ ഉമ്മയെ മറക്കാൻ സാധിക്കുമോ? ആ ഉമ്മാക്ക് കൊടുക്കുന്ന സദഖയാണ് ഏറ്റവും വലുത്. 4മതായി നബി തങ്ങൾ പറയുകയാണ്, വാപ്പയാണ് വാപ്പയാ, അഥവാ ഉമ്മ കഴിഞ്ഞാൽ ഏറ്റവും വലിയ കടമയും കടപ്പാടും നിനക്കുള്ളത് പിതാവിനോടാണെന്ന് നബിയുനാ റസൂലുള്ളാഹി. മാതാവിനെയും പിതാവിനെയും ചവിട്ടുകയും തൊഴിക്കുകയും അവരെ ശകാരിക്കുകയും അവര് പറയുന്ന വാക്കുകളെ തൃണവൽഗണിക്കുകയും വീട്ടിൽ വഴക്കടിക്കുകയും അന്യ ചെറുപ്പക്കാരുമായി കറങ്ങി നടക്കുകയും ചെയ്യുന്ന പെങ്ങളെ, വാപ്പയും ഉമ്മയും വഴക്കടിക്കുന്നതാകുന്ന മക്കളെ, എങ്ങനെയാണ് നിനക്ക് ആഖിറം കരഗതമാക്കുക? എത്ര നിസ്കാരമുള്ളവനായിരുന്നാലും, ഏതെല്ലാം പള്ളിക്ക് നീ കൊടുത്താലും, ഏതെല്ലാം മദ്രസയ്ക്ക് കൊടുത്താലും, എന്തെല്ലാം സംഭാവനകൾ കൊടുത്താലും, ഏത് കാവയുടെ കില്ല പിടിച്ച് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ദുആ ചെയ്താലും, ആർക്ക് നമ്മളെ ബാങ്ക് വിളിച്ചിട്ട് ആചാര്യ ഇറങ്ങി ഒരൊറ്റ പോക, ബാങ്ക് വിളിക്കുമ്പോൾ ആചാര്യ ബാത്റൂമിലോട്ടൊരു കയറ്റും, ചാടി അതിനകത്തോട്ട് ഭരിക്കുക, സ്നാനം ഭരിച്ചുകൊണ്ടിരിക്കുക. അല്ലാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കട്ടെ. നോക്കുമ്പോൾ ഇങ്ങനെ ഒരു റൗണ്ടിൽ പുക വരുന്നു. അപ്പോൾ പറയാം ഇതില്ല ആചാര്യാട്ടോ, പിള്ളേർ പറയും അത് മറ്റേ റൗണ്ടിൽ പുക വരുന്നുണ്ടെങ്കിൽ നമ്മുടെ ആചാര്യ ആചാര്യ ബാത്റൂമിൽ കയറിയിരിക്കുക. ബാത്റൂമിൽ കയറാൻ മേലെ, ബാത്റൂമിൽ മുഴുവൻ സിഗരറ്റിന്റെ കുറ്റിയാണ്. എവിടെയാ? പള്ളിയിലെ ബാത്റൂമുകളിൽ, നമ്മുടെ അതിൽ കേട്ടോ, പൊതുവായിട്ടുള്ള പറയാണ്. അല്ലാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കട്ടെ. ചിലയിടത്ത് കയറിയ കൊളുത്തു പോലും ഇല്ല, ഒരു കയറ് കെട്ടിയിട്ടിട്ടുണ്ട്, കടിച്ചു പിടിച്ചോണ്ടിരിക്കണം, ഗീർ പിടിച്ചിട്ടുണ്ട്. ആരെങ്കിലും ഒരുത്തം ഓടി വന്ന് തുറന്നു കഴിഞ്ഞാൽ ഹലാക്ക്, എല്ലാം കണ്ട് വില മൊത്തം പോയി. അല്ലാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കട്ടെ. ബക്കറ്റ് ആണെങ്കിലോ ബക്കറ്റ് ഫുൾ ഓപ്പറേഷൻ ചെയ്ത മാതിരി ഫുള്ള് കീറി പറഞ്ഞ് കിടക്കുക. കപ്പിനകത്തുനിന്ന് വെള്ളം ഇങ്ങോട്ട് ഒഴിക്കുമ്പോഴത്തേക്കും മുക്കാ വെള്ളവും വെളിയിലോട്ട് പോവാ, ഇവന്റെ ഇതിലോട്ട് വീഴുന്നില്ല. അല്ലാഹു നമ്മളെ കാക്കട്ടെ. സിസേറിയൻ കഴിഞ്ഞതാകുന്ന കപ്പ് ഇതൊക്കെ മാറ്റിയിട്ടുണ്ട്. മാര് ഇപ്പോഴെങ്കിലും ഒന്ന് ആക്റ്റീവ് ആയല്ലോ, കക്കമാര് ചിരിക്കുന്നുണ്ട്. ഇത്രയും നേരം അവർ കഥ പറയുകയാണ്. അല്ലാഹു നമ്മുടെ മക്കളെയൊക്കെ സാലിഹീങ്ങൾ ചേർക്കട്ടെ. കണ്ട, ഇങ്ങനെയാണ് അവസ്ഥ. ഇതൊക്കെ മാറ്റം വന്നിട്ടുണ്ട് കേട്ടോ. ഇപ്പം എല്ലാം മാറി. ഇപ്പൊ നല്ല ബാത്റൂം, നല്ല സിസ്റ്റത്തിലേക്കൊക്കെ മാഷാ അല്ലാഹ് എത്തിയിട്ടുണ്ട്. അല്ലാഹു നമ്മുടെ പരിപാലക സംഘടനകൾ അംഗങ്ങളെ ലോകത്തിലെ എല്ലാ പള്ളികളിലും അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ, ബറക്കത്ത് ചൊരിയുമാറാവട്ടെ. തെറ്റിലേക്കൊക്കെ വഴുതി മാറിപ്പോയ ആളുകളൊക്കെ അല്ലാഹു നന്നാക്കട്ടെ. കാരണം പള്ളിയും ദീനുമല്ല, ഇതൊക്കെ ഒന്ന് മാറി ആരെങ്കിലുമൊക്കെ ഇത് കൊണ്ടു നടക്കണ്ടേ സഹോദരങ്ങൾ? എല്ലാവരും ഇതിനൊന്നും ഒഴിവായിട്ട് ദീനുമില്ല ഒന്നുമില്ല. അല്ലാഹു നമ്മുടെ ജീവിതത്തിൽ ബറക്കത്ത് ചൊരിയുമാറാവട്ടെ. അപ്പൊ അതിനൊക്കെ സഹായ സഹകരണങ്ങൾ നിങ്ങൾ ചെയ്യണം, അപ്പോഴേ നല്ല റാഹത്തുണ്ടാവുള്ളൂ. ഇപ്പൊ ഇവിടെ തന്നെ നമ്മളിപ്പോ നിങ്ങളിപ്പോ ഇരിക്കുന്ന സ്ഥലത്തൊക്കെ നല്ല ടൈലിടണം. അതാണ് നമുക്ക് നിയ്യത്തുണ്ട്. അത് പറഞ്ഞു കൊടുക്കാം. ഒന്നാമത്തെ നിയ്യത്ത്, രണ്ടാമത്തെ ഒരു നിയ്യത്താണത്. ഇൻഷാ അല്ലാഹ് അതിന്ന് നടക്കണം. അല്ലാഹു തൗഫീഖ് നസീബാക്കട്ടെ. അത് മനസ്സിലാക്കിയിട്ട് ചിലര് പതുക്കെ മുങ്ങുന്നുണ്ട്. പകുതി വാതിന് വീട്ടിൽ പോയി ലൈവായിട്ട് കേൾക്കാൻ, അതാകുമ്പോ പിന്നെ പൈസ ആശുപത്രി. അല്ലാഹു നമ്മളെ സാലിഹീങ്ങൾ ചേർക്കട്ടെ. ആബിദീങ്ങളും ഹാഫിദീങ്ങളും അല്ലാഹു നമ്മളെ ചേർക്കുമാറാവട്ടെ.